ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് നമ്മുടെ കസിനായ ദർശനയുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മൾ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നത് എങ്ങനെയാണെന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ അങ്ങനെ ബസ്സിൽ കയറി നമ്മൾ കുറെ നേരം ഇരിക്കണം. അവന്മാർ ഞങ്ങളുടെ കൂടെ അല്ല ഇരുന്നത്, അവന്മാർക്ക് വേറെ സീറ്റ് ഇട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരു സീറ്റ് ഇരുന്ന് അവന്മാരവിടെ ഫോണിൽ പണിയാണ്. അങ്ങനെ ഞങ്ങൾ വന്ന് ഇവിടുത്തെ ജംഗ്ഷൻ എത്തി. ഇത് പുനലൂരാണേ. പുനലൂര് ജംഗ്ഷൻ എത്തി ദർശനയുടെ വീട്ടിലോട്ട് നമ്മൾ നടക്കുകയാണ്. ഇവിടുന്ന് കുറെ ഉണ്ട് നടക്കാൻ. നമ്മൾ ചെല്ലുന്ന കാര്യം അറിയത്തില്ല. ഞങ്ങളാണെ അങ്ങനെ വീടെത്താറായി. നമ്മൾ വരുന്ന കാര്യം അവർക്കറിയത്തില്ല. അവരുടെ എക്സ്പ്രഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കുറെ നടക്കണം. നമ്മൾ പകുതി എത്തിയപ്പോഴത്തേക്കിന് അപ്പൂപ്പനെ കണ്ട്. അപ്പൂപ്പ അവിടെ നിന്ന് നമ്മളെ കൈ എടുത്താണ്. പക്ഷെ നമ്മൾ നേരെ കയറി വന്നതും കാണുന്നത് നമ്മുടെ പൂച്ചയാണ്. അങ്ങനെ നമ്മൾ നേരെ അടുക്കള ചെന്നപ്പോൾ ദർശനയാണ് നമുക്ക് കഴിക്കാനുള്ള ഫുഡ് ഉണ്ടാക്കുന്നതാണ് കണ്ടത്. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ ആറ്റിലോട്ട് പോയി. വീടിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് ആറ്. പോകുന്ന ഒരു കാര്യമെല്ലാം പറഞ്ഞ് ഞാൻ വ്ലോഗ് എടുക്കുന്ന കണ്ടിട്ട് ഞങ്ങൾ പോകാതെ അവർ ഫ്രണ്ടിൽ പോയി. മൂത്തമ്മയും ദർശിനി അഞ്ജനി ഞങ്ങളെല്ലാം അവിടെ പോയി. അവിടെ ചെന്നപ്പോഴാണില്ല ആറ്റിൽ വെള്ളക്കുറവ്, പാറയെല്ലാം നല്ല പോലെ കാണാം. അവിടെ നിന്ന് കുറേ വെള്ളമൊക്കെ നോക്കി ഇങ്ങനെ നല്ല രസമുണ്ട് കാണാൻ. സത്യം പറഞ്ഞ ഒരു പ്രകൃതി രമണം. നിങ്ങളിപ്പോൾ ആ കണ്ടതൊരു അമ്പലമാണ്. കണ്ടാൽ നല്ല രസമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ട്. ഇങ്ങനെ തുണിയെല്ലാം കഴുകി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ വൈകുന്നേരം ആയപ്പോൾ അവന്മാരെല്ലാം വന്നപ്പോഴത്തേക്കും ഞങ്ങളിങ്ങനെ കാര്യമെല്ലാം പറഞ്ഞുകൊണ്ട് നിന്നപ്പോഴാണ് നോക്കിയപ്പോഴുണ്ട് എൻ്റെ ചേച്ചിക്ക് ഒരു പരുവായി. അവൾക്ക് വയ്യ. അവൾ ഛർദ്ദിക്കുകയും തലവേദനയൊക്കെ ആയിട്ട് അവൾ അവിടെ കിടക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ നേരെ അവളെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയാൻ പറ്റില്ല. അവളെ ഹോസ്പിറ്റലിൽ കാണിക്കണമെങ്കിലും ഞങ്ങളാണ് അണിഞ്ഞിരിക്കുന്നത്. നല്ല വൈബായിട്ട് ഞങ്ങൾ പോയത്. അവൾക്ക് മാത്രമേ ഉള്ളൂ അതിനകത്ത് നനഞ്ഞിരിക്കുന്നത്. ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണെങ്കിൽ അവിടെ മൊത്തമാണെങ്കിൽ ആൾക്കാർ. ഞങ്ങൾ 8:30 ആയപ്പോൾ ഹോസ്പിറ്റലിൽ വന്നെങ്കിൽ അവിടെ ഡോക്ടറില്ല. ഡോക്ടർ ആക്സിഡൻറ്റ് കേസായിട്ട് പോയി. അപ്പോഴത്തേക്കും ഞാൻ വ്ലോഗ് എടുക്കണമെന്ന് പറഞ്ഞാൽ അവൾ കിടക്കുന്ന വ്ലോഗ് എടുത്ത്. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് ചോദിക്കുക, ചേച്ചി ചാവാൻ കിടന്നല്ല അവൾക്ക് വ്ലോഗ് എടുക്കണമെന്ന്. അവൾക്കറിയില്ലല്ലോ നമ്മുടെ വിഷമം, നമുക്ക് വ്ലോഗ് ഇടണ്ടേ. അങ്ങനെ ഡോക്ടർ വന്നപ്പോൾ ഡോക്ടറിനെ കയറി കാണിച്ചപ്പോൾ ട്രിപ്പ് ഇടാൻ തന്നു. ട്രിപ്പ് ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ വ്ലോഗ് എടുത്തത്. ഇവൾ നേഴ്സാണ്. ഇവളവിടെ ഇന്ന് ഓരോ കാര്യം പറയുന്നത്, ഇവനും നേഴ്സാണ്. ഇവർ രണ്ടുപേരും കാര്യം പറയുന്നത് കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയ ഞാൻ എപ്പോൾ വ്ലോഗ് എടുത്താലും അവൻ എന്നെ കളിയാക്കി. അങ്ങനെ വീട്ടിൽ വന്നിട്ടാണെങ്കിൽ പൊറോട്ടയും ഞണ്ട് കറിയൊക്കെ കൂട്ടി ഞാൻ നല്ലൊരു പിടി കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ചോറ് ഇരിക്കുന്ന വീഡിയോ എനിക്കാണെങ്കിൽ എടുക്കാൻ പറ്റിയില്ല. ഞാൻ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് അവരെല്ലാം കഴിക്കാൻ തുടങ്ങി. അപ്പം ഇന്നത്തേക്ക് ഇത്രയുള്ള ഗൈസ്. പിന്നെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. ബൈ.